التمسك بالأثر نجاه. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം നവവി റഹ്മഹുള്ളയുടെ അൽ-അർബഊന നവവിയ്യയിൽ നിന്ന് 36 ഹദീസുകളാണ് വായിച്ചു കഴിഞ്ഞത്. ഈ 37ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ്. അത് മുതലുള്ളതാണ് നാം പഠിക്കുന്നത്. 37ാമത്തെ ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് ചെയ്യുന്ന വളരെ വിപുലമായ ഔദാര്യവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഹദീസാണ്. വിശ്വാസികൾ നല്ല രീതിയിൽ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഹദീസ് ഉദ്ധരിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فيما يروي عن ربه تبارك وتعالى قال إن الله عز وجل كتب الحسنات والسيئات ثم بين ذلك فمن هم بحسنة فلم يعملها كتبها الله عنده حسنة كاملة وإن هم بها فعملها كتبها الله عنده 10 حسنات إلى 700 ضعف إلى أضعاف كثيرة وإن هم بسيئة فلم يعملها كتبها الله عنده حسنة كاملة وإن هم بها فعملها كتبها الله سيئة واحدة. رواه البخاري ومسلم في صحيحيهما بهذه الحروف. ഇതാണ് ഹദീസിൻ്റെ മത്ന്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഫീമാ യർവി അൻ റബ്ബിഹി തബാറക വ തആല. നമ്മൾ മുന്നേ ഹദീസുകൾ പഠിച്ചു കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റിവായത്ത് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഹദീസിന് എന്താണ് പറയുക? ഖുദുസിയായ ഹദീസാണ്. അൽ ഹദീസുൽ ഖുദുസി, അല്ലെങ്കിൽ അൽ ഹദീസുൽ ഇലാഹി, അൽ ഹദീസുർ റബ്ബാനി എന്ന വ്യത്യസ്ത പേരുകളിൽ ഉലമാക്കൾ അതിനെ പറയുന്നുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന വഹയിൻ്റെ ഒരു ഇനമാണത്. ഒന്ന് ഖുർആനാണ്. ഖുർആനിൻ്റെ പ്രത്യേകത അതിൻ്റെ ലഫ്ദ് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, പദങ്ങൾ, അതേപോലെ അതിൻ്റെ ആശയങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അത് പാരായണം ചെയ്യുന്നത് മുഖേന ഒരു ഇബാദത്തായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ സാധാരണ അൽ ഹദീസുൻ നബവി ഉണ്ട്. അത് ലഫ്ള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഫ്ളുകളായിരിക്കും, പദങ്ങളായിരിക്കും. അതിൻ്റെ ആശയം
അള്ളാഹുവിങ്കിൽ നിന്നുള്ളത് തന്നെയായിരിക്കും. ഖുർആൻ പോലെ എന്തല്ല പാരായണത്തിന് പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടതല്ല, ഒരു ഹർഫിന് 10 പോലെ അങ്ങനെ നിശ്ചയിക്കപ്പെട്ടതല്ല. മൂന്നാമത്തെ രീതിയാണ് അൽ ഹദീസു അൽ ഖുദുസി. ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നതാണ്. അതിൻ്റെ ലഫ്ള് അള്ളാഹുവിങ്കിൽ നിന്നാണോ അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണോ? ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ. ചില ഉലമാക്കൾ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള തന്നെ ലഫ്ളാണ്, പദങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അതിനെക്കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടതില്ല, ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല എന്നുള്ളതാണ്. ഏതൊക്കെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കുന്നതായ ഹദീസുകളെ സംബന്ധിച്ചാണ് ഹദീസുൽ ഖുദ്സി എന്ന് പറയുക. ഖാൽ ഇന്നല്ലാഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ല കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. ഇവിടെ ഈ ഖാല അത് ആരിലേക്ക് മടങ്ങുന്നതാണ് എന്ന് ഉലമാക്കൾ 2 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു എന്നുള്ളതാകുമ്പോൾ അത് ഖുദ്സിയായ ഹദീസാണ്. അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണെങ്കിൽ അത് ഖുദ്സിയായ ഹദീസ് അല്ലാതെയായി മാറും. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നല്ലാഹ കതബൽ ഹസനാതി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തുകളെ, നന്മകളെ രേഖപ്പെടുത്തി, വസ്സയ്യിആതി അതേപോലെ തന്നെ തിന്മകളെയും. സുമ്മ ബയ്യന ദാലിക, അതിനുശേഷം അത് വിശദീകരിക്കുകയുണ്ടായി. ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ മനസ്സിൽ കരുതിയാൽ, ഫലം യഅമൽഹ, എന്നിട്ട് അവൻ അതിന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹു അതിനെ അവൻ്റെ അടുക്കൽ ഒരു കാമിലത്തായ ഹസനത്തായിട്ട് സമ്പൂർണമായ നന്മയായിട്ട് രേഖപ്പെടുത്തും. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല. എന്നാലും ആ ഉദ്ദേശത്തെ എന്ത് ചെയ്യുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാമിലത്തായ ഹസനായിട്ട് രേഖപ്പെടുത്തും. വഇൻ ഹമ്മ ബിഹാ ഫഅമിലഹ, ഇനി അവനത് ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് പ്രവർത്തിക്കുകയും ചെയ്താൽ, കതബഹ അല്ലാഹു ഇൻദഹു 10 ഹസനാതി, അള്ളാഹു അതിനെ അവൻ്റെ അടുക്കൽ 10 നന്മകളായിട്ട് രേഖപ്പെടുത്തും. ഇലാ 700 ضعഫിൻ, 10ന്റെ മുകളിലേക്ക് 700 ഇരട്ടി വരെയും രേഖപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത്? അതിൻ്റെ വ്യത്യാസം ശേഷം വിവരിക്കും ഇൻഷാ അല്ലാഹ്. ഇലാ അദ്വാഫിൻ കസീറ, ചിലപ്പോൾ അതിനേക്കാളും എന്ത് ചെയ്തേക്കാം, ഇരട്ടിയായിട്ട് രേഖപ്പെടുത്തിയേക്കാം. വൈൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഇനി ഒരാൾ ഒരു സയ്യിഅത്താണ്, തിന്മയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഫലം യഅമൽഹ, പക്ഷേ അവൻ അള്ളാഹുവിനെ പേടിച്ചിട്ട് അത് ചെയ്തില്ല എങ്കിൽ കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പൂർണ്ണമായ ഹസനത്തായിട്ട് രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹാ ഫഅമിലഹ, ഇനി ആ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്തു, എന്നാൽ കതബഹ അല്ലാഹു സയ്യിഅതൻ വാഹിദ, ഒരു സയ്യിഅത്തായിട്ട്, ഒറ്റ സയ്യിഅത്തായിട്ട് മാത്രം അതിനെ അള്ളാഹു എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഈ പദങ്ങളിലൂടെ ഉദ്ധരിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഹസനാത്തുകളെയും സയ്യിആത്തുകളെയും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഹസനാത്തുകളും സയ്യിആത്തുകളും അത് സംഭവിക്കും എന്നുള്ളതിനെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യമേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനീ പറയുന്ന വാക്കുകൾ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ പറയും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഷെയ്ഖ് ഇതിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് സുലൈമാൻ റഹൈലി പറയുന്നത് കാണാം. ഒരാൾ ഷെയ്ഖ് ഇങ്ങനെ പറയുന്നു, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തലയാട്ടിക്കൊണ്ട് ആളുകൾ സ്വീകരിക്കുന്നു, ആ തലയാട്ടലും എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ മുഴുവൻ പ്രവർത്തികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. അതേപോലെ തന്നെ ഓരോ ഹസനാത്തുകൾക്കുള്ള പ്രതിഫലം എന്താണ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ സയ്യിആത്തുകൾക്കുള്ള ശിക്ഷ എന്താണ് അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിവക്ഷ. ഇവിടെ ചില ആളുകൾ എന്ത് ചെയ്യും, മനുഷ്യരുടെ പ്രവർത്തികൾ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടതല്ലേ, അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇതിനൊരു ഒരു ഉപായമായിട്ട്
പറയലുണ്ട്. ഇത് അവർക്കൊരു തെളിവായിട്ട് പറയും. ഞങ്ങൾ പാപം ചെയ്യുന്നത് എന്തിനാണ്? അള്ളാഹു രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പാപം ചെയ്യുന്നത് എന്ന് പറയലുണ്ട്. ഇത് എന്താണ് സമഈയായ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന നസ്സുകൾക്കും വിരുദ്ധമാണ്. അത് അങ്ങനെ തെളിവ് പിടിക്കാൻ എന്തില്ല അവർക്കാവുകയില്ല. അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാലും അതിനെന്തില്ല, അവർക്ക് ന്യായമില്ല എന്നുള്ളതാണ്. എന്താണ് കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം ഒരു ഹദീസിൽ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ കുതിബ മഖഅദഹു മിനൽ ജന്നത്തി വന്നാർ. നിങ്ങളിൽ ആരും തന്നെയില്ല അവൻ്റെ സ്ഥാനം സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലുള്ള അവൻ്റെ സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടതായിട്ടല്ലാതെ ഒരാളും തന്നെയില്ല. ഇത് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, അഫലാ നദഉൽ അമല വനത്തകിൽ അലൽ കിതാബി വസുന്ന. എന്നാൽ പിന്നെ ഞങ്ങളുടെ അമലുകളെല്ലാം ഉപേക്ഷിച്ച് കർമ്മങ്ങളെല്ലാം വെടിഞ്ഞ് ഈ രേഖയിൽ അതിനെ ആശ്രയിച്ച് ജീവിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അതായത് ഈ പറഞ്ഞ ന്യായം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അത് പാടില്ല. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അമലു, നിങ്ങൾ പ്രവർത്തിക്കണം, കർമ്മം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നന്മകൾ ചെയ്യുക, നന്മയിൽ നിങ്ങൾ മുന്നേറുക. കാരണം ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, ഓരോ ആളുകളും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് അവനെ എളുപ്പമാക്കപ്പെടുന്നതാണ്. എന്നിട്ട് അമ്മ അഹ്ലു സആദ ഫയുയസ്സറൂന ലിഅമലി അഹ്ലി സആദ, വിജയിക്കുന്ന ആളുകൾ, സൗഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ അമലുകൾ ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് എളുപ്പം ചെയ്യപ്പെടുന്നതാണ്. അമ്മ അഹ്ലു ശഖാവതി ഫയുയസ്സറൂന ലിഅമലി അഹ്ലി ശഖാവ, ദുർഭാഗ്യവാന്മാരായ ആളുകൾ അവരുടെ അമലുകളിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നതാണ്, എളുപ്പം ചെയ്യപ്പെടുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ള പണി എന്താണ്? നിങ്ങൾ അമലുകൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ആയത്ത് ഈ ആയത്താണ്, ഫഅമ്മാ മൻ അഅത, ആരാണോ അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവർ, വത്തഖ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, കൽപ്പനകൾ നിറവേറ്റുകയും വിരോധനങ്ങൾ ഒഴിയുകയും ചെയ്യുന്നവർ, വസദ്ദഖ ബിൽ ഹുസ്ന, സ്വർഗത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ആരാണോ, അതിനെ സത്യപ്പെടുത്തുകയും ആഖിറമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരാണോ, ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അപ്പോൾ ഈ കർമ്മങ്ങൾ ആരാണോ ചെയ്യുന്നത് അവനതിലേക്ക് എന്ത് ചെയ്യും, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അവൻ്റെ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും. വഅമ്മാ മൻ ബഖില, നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുകയും, വസ്തഗ്ന, എനിക്ക് ഞാൻ തന്നെ മതി, എൻ്റെ സമ്പത്ത്, എൻ്റെ അധികാരം, അങ്ങനെ സ്വയം പോരുമ നടിക്കുകയും, വകദ്ദബ ബിൽ ഹുസ്ന, ആഖിറത്തെക്കുറിച്ച് നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവർക്ക് നരകത്തിലേക്കുള്ള കഠിനമായ പാതയിലേക്ക് അവരെന്ത് ചെയ്യും, അവരെ നയിക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന രീതിയിൽ കർമ്മങ്ങളിൽ മുന്നേറുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. പിന്നീട് അവരോട് ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യം ഉലമാക്കൾ പറയുന്നത് കാണാം. ഒരാൾ പറയുകയാണ്, ഞാൻ രേഖപ്പെടുത്തപ്പെട്ടതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴാണ് ഇവൻ അറിയുക? പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ. രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരാൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് മുമ്പ് ഇവൻ എന്താണ് ചെയ്യേണ്ടത്? ഇവൻ നന്മ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, നന്മയിൽ മുന്നേറുകയാണ് ചെയ്യേണ്ടത്. പ്രവർത്തിക്കപ്പെടുന്നതിന് മുമ്പ്, ഒരാളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇവൻ തിന്മ ചെയ്യുന്നവനാണെന്നോ അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവനാണെന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇവനക്കറിയാമോ? ഇവനറിയില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് രേഖപ്പെടുത്തപ്പെട്ടതാണെന്ന് അറിയുകയുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പേ ഇവനെന്ത് ചെയ്യുക, നന്മകളിൽ മുന്നേറുക എന്നുള്ളതാണ് ഇവൻ്റെ ബാധ്യത എന്നുള്ളതാണ്. ഹദീസിൽ പരാമർശിച്ചിരിക്കുന്ന അൽ ഹസനാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നന്മകളും തിന്മകളും രേഖപ്പെടുത്തുന്ന പറഞ്ഞത്. അൽ ഹസനാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ എല്ലാ കാര്യങ്ങളും അത് നന്മയാണ്. അതേപോലെ തന്നെ വകുല്ലു മുബാഹിൻ ഫഅലഹുൽ അബ്ദു ബിനിയ്യത്തിൻ ഹസന, കുല്ലു മാ അമറല്ലാഹു ബിഹി വകുല്ലു മുബാഹിൻ ഫഅലഹുൽ അബ്ദു ബിനിയ്യത്തിൻ ഹസന. അതാണ് ഹസനാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സകലതും അത് ഹസനത്താണ്, നന്മയാണ്, നല്ലതേ അല്ലാഹു കൽപ്പിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കൽപ്പിച്ചിട്ടില്ല എന്നാൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നു, നല്ല നിയ്യത്തിലാണ് പ്രവർത്തിച്ചത്, എന്നാൽ അതും എന്താണ്, ഹസനത്താണ്. ഒരാൾ മറ്റൊരാളോട് എന്ത് ചെയ്യുന്നു, അവൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന ഏതെങ്കിലും വർത്തമാനങ്ങൾ പറയുന്നു ഒരു സഹോദരനോട്, അത് എന്താണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്.
ഒരാൾ കിടന്നുറങ്ങുന്നു, നല്ല ഉണർവോടെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള നെയ്യത്തിലാണ്. അപ്പോൾ എന്തായി മാറി? മുബാഹായ കാര്യമാണ്. അതെന്ത് ചെയ്തു? അതിന് പ്രതിഫലം ലഭിക്കുകയാണ്. ഒരാൾ വീടിൻ്റെ ജനൽ വിൻഡോ തുറന്നിടുന്നു. എന്തിനു വേണ്ടിയിട്ട്? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുക എന്നുള്ള ഉദ്ദേശത്തിനാണ്. കാറ്റ് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ കേൾക്കുക എന്നുള്ള ഉദ്ദേശത്തിനാണെങ്കിൽ അതെന്തായി മാറി? അത് പ്രതിഫലം കിട്ടുന്ന ഹസനത്തായി മാറി. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അത് ഹസനത്താണ്. അതേപോലെ തന്നെ നല്ല നെയ്യത്തോടെ ചെയ്യുന്ന ഏതൊരു മുബാഹായ അനുവദിക്കപ്പെട്ട കാര്യവും ഹസനത്താണ്. സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലു മാ നഹല്ലാഹു അൻഹു നഹിയ തഹരീമിൻ, നിഷിദ്ധമാണെന്ന് സൂചിപ്പിക്കുന്ന നിലയിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന ഏതൊരു കാര്യവും, നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് സയ്യിആത്തുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ നന്മകളും തിന്മകളും അള്ളാഹു രേഖപ്പെടുത്തി എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് സുമ്മ ബയ്യന ദാലിക, പിന്നീട് അത് വിശദീകരിച്ച് നൽകി. അപ്പോൾ മൊത്തത്തിൽ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുകയാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. നബിയുടെ ഹദീസുകൾ എടുത്തു പരിശോധിച്ചാൽ അധ്യാപന രീതിയിൽ പുലർത്തേണ്ട മര്യാദകളും സവിശേഷതകളും ധാരാളം കാണാൻ സാധിക്കും വ്യത്യസ്ത രീതികളിൽ. അതിൽപ്പെട്ട ഒന്നാണിത്. ഒരു കാര്യം ചെയ്യുക, മുജ്മലായിട്ട് മൊത്തത്തിൽ ഒരു കാര്യം പറയുക, എന്നിട്ട് അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുക, അതിനുശേഷം അതിനെന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ചു കൊടുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൻ്റെ ഒരു രീതിയാണ്. അതേപോലെ തന്നെ ഇതിൽ ഹമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫമൻ ഹമ്മ ബി ഹസനത്തിൻ എന്നാണ് പറഞ്ഞത്. ഒരു ഹസനത്തിനെ ഒരാൾ ഹമ്മ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് ഹമ്മ് എന്ന് പറയുക. അത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഉലമാക്കൾ 3-4 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഹമ്മ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമാണ്: വൽ ഹമ്മു ഹുനാ ലൈസ മുജറദു ഹദീസിൻ നഫ്സി, കേവലം മനസ്സിലെ തോന്നലുകളല്ല, മനസ്സിൽ പറയുന്ന കേവലം ചില വർത്തമാനങ്ങളല്ല. കാരണം ലിഅന്ന ഹദീസൻ നഫ്സി ലാ യുക്തബു ലിൽ ഇൻസാനി വലാ അലൈ, അങ്ങനെ മനസ്സിൽ വരുന്ന തോന്നലുകൾക്ക് വേണ്ടിയിട്ട് ഒരാളുടെ മേൽ അവനെതിരിലും അത് രേഖപ്പെടുത്തുകയില്ല, അവൻ അനുകൂലമായിട്ടൊന്നും ചെയ്യില്ല. കേവലം ചില തോന്നലുകളാണെങ്കിൽ അതിനെ രേഖപ്പെടുത്തുകയില്ല. എന്നാൽ വലാകിന്നൽ മുറാദ് അസമ അല അൻ യഫഅൽ, ഇവിടെ മുറാദ് ഉദ്ദേശം എന്താണ്? ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുന്നു, ഉറച്ച തീരുമാനം എടുക്കുന്നു. വലാകിൻ തകാസല വലം യഫഅൽ, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഏതെങ്കിലും മടിയോ അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളാൽ അവനത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ മനസ്സിലൊരു തീരുമാനമെടുക്കുക, എന്നിട്ടത് ചെയ്യാൻ സാധിക്കാതിരിക്കുക, അതാണ് ഇവിടെ ഹമ്മ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ല പറഞ്ഞത് കാണാം: ഉറച്ച തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല. ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം പ്രവൃത്തി ചെയ്യാൻ അവൻ്റെ ഹൃദയം അതിലേക്കൊന്ന് ചായ്വ് കാണിക്കുന്നു, എന്നാൽ തന്നെ അതെന്തായി മാറി? അത് ഈ പറയുന്ന ഹമ്മായി മാറി. ഒരാൾ രാത്രി കിടക്കാൻ നേരത്ത് രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്നും അങ്ങനെ എന്ത് ചെയ്യണം, രാത്രി നമസ്കാരം നിർവഹിക്കണമെന്നും ഒരാൾ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. അല്ല ഉറച്ച തീരുമാനമൊന്നും എടുത്തിട്ടില്ല എങ്കിലും അത് അവൻ്റെ അതിലേക്കൊരു മനസ്സിന് ചായ്വ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തന്നെ എന്താണ്? ഇതാണ് ഈ ഹമ്മാണ് എന്നാണ് അതിനെ വിശദീകരിക്കുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞത് കാണാം. ഈ ഹദീസിലുള്ള പദങ്ങൾ, ഇതിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ, പ്രവർത്തനങ്ങളുടെ 4 ഇനങ്ങൾ അല്ലെങ്കിൽ 4 ഇനങ്ങൾ ഇതിലെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് നന്മകൾ രേഖപ്പെടുത്തി, അതേപോലെ തന്നെ തിന്മകൾ, അതേപോലെ നന്മകൾ ഉദ്ദേശിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട്, തിന്മകളെ ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ചെയ്യൽ. ഈ 4 നൗഅകളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് നന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നന്മ പ്രവർത്തിച്ചു എന്നാൽ അതിനെന്താണ് ലഭിക്കുക? ഇവിടെ നന്മകൾ പ്രവർത്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം എന്ത് ചെയ്യും? കുറഞ്ഞത് 10 പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തും. ഒരു നന്മ ചെയ്താൽ ഫതുളാഅഫുൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരു ഹസനത്തിന്
10 പ്രതിഫലം അതേപോലുള്ള 10 നന്മകളായിട്ട് അതിനെന്ത് ചെയ്യും, രേഖപ്പെടുത്തും. ഇലാ 700 ദുഅഫിൻ ഇലാ ദുആഫിൻ കസീറ, 700 വരെയും അതിനുമപ്പുറത്ത് എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മക്ക് എന്ത് ചെയ്യും, പ്രതിഫലം നൽകും. അപ്പോൾ 10 എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ അനിവാര്യമായി തീരുന്ന പ്രതിഫലമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ആരാണോ ഹസനത്തുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, പരലോകത്ത് ഒരു ഹസനത്തുമായിട്ട് ആര് വന്നാലും അവൻ അതിന് എന്തുണ്ട്, 10 ഇരട്ടി പ്രതിഫലം അതിന് നൽകപ്പെടും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 700 ഇരട്ടിയെ സംബന്ധിച്ചും ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളുടെ ഉപമ കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യം പോലെയാണ്. അംബതത് സബ്അ സനാബിൽ, ആ ഒരു ധാന്യം എന്ത് ചെയ്യുന്നു, 7 കതിരുകളെ മുളപ്പിക്കുന്നു. വകുല്ലു സുംബലത്തിൻ 100 ഹബ്ബ, ഓരോ കതിരുകളിലും 100 വീതം ധാന്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ 700 ആയി. ഒരൊറ്റ നന്മയിൽ എന്ത് ചെയ്തു, ഒരൊറ്റ നന്മയെ ഉപമിച്ചതാണ്. വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു, പ്രതിഫലം ഇങ്ങനെ ഇരട്ടി ഇരട്ടിയായി കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് ഇങ്ങനെ പ്രതിഫലത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? അത് പല കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തേത്, ചിലപ്പോൾ ചില സമയങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് പ്രത്യേകതയുണ്ടാവും, അതിന് പ്രതിഫലം ഉണ്ടാവും. ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിലുള്ള പ്രതിഫലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രതിഫലമാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതേപോലെ റമദാനിലുള്ള നന്മകൾ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ചെയ്യുന്ന അമലുകൾ, അതിൻ്റെ ആ സമയത്തെ പരിഗണിച്ചുകൊണ്ട് അതിനെന്തുണ്ട്, പ്രതിഫലം അധികമാകും. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളെ പരിഗണിച്ചുകൊണ്ട് അമലുകൾക്ക് പ്രതിഫലം അധികമാകും. ഒരാൾ മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ മസ്ജിദുൽ നബവിയിൽ, ബൈത്തുൽ മഖ്ദസിൽ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെ പരിഗണിക്കുമ്പോൾ ഒന്നുണ്ടാകും, അതിന് പ്രതിഫലം ഉണ്ടാകും. അതേപോലെ തന്നെ ചെയ്യുന്ന അമലുകളെ പരിഗണിക്കുമ്പോൾ ഉണ്ടാകും. ഒരാൾ ചെയ്യുന്ന ഒരു കർമ്മം ഫർളാണ്, ഫർളായ കർമ്മത്തിന് കൂടുതൽ പ്രതിഫലമുണ്ട്. ഒരാൾ ചെയ്യുന്നത് സുന്നത്തായ കർമ്മമാണ്, ഫർളിൻ്റെ താഴെയാണെന്ന് വരികയുള്ളൂ, സുന്നത്തിന് നൽകപ്പെടുന്ന പ്രതിഫലം. അതേപോലെ തന്നെ ചിലപ്പോൾ ചെയ്യുന്ന ആളെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ പ്രതിഫലത്തിന് വ്യത്യാസം ഉണ്ടാകും. സ്വഹാബികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വഹാബികൾ നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചു. ഉഹദ് മല എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതമാണ്. അത്രത്തോളം സ്വർണം നിങ്ങൾ എന്ത് ചെയ്തു, ചെലവഴിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. എന്നാൽ പോലും സ്വഹാബികൾ ചെയ്ത ഒരു മുദ്ദിൻ്റെ അത്ര എത്തൂല. മുദ്ദ് എന്ന് പറഞ്ഞാൽ 2 കരങ്ങൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ്. അല്ലെങ്കിൽ അതിൻ്റെ നിസ്ഫ്, ഒരു മുദ്ദിൻ്റെ നിസ്ഫ് അവർ ചെയ്തിരിക്കുന്ന അമലുണ്ടല്ലോ, അതിൻ്റെ അത്രയും നിങ്ങൾ ചെയ്യുന്ന ഉഹദിൻ്റെ അത്രയും സ്വർണം നിങ്ങൾ ചെയ്താൽ പോലും എത്തൂല എന്നാണ്. അപ്പോൾ സ്വഹാബികൾ ചെയ്യുന്ന പ്രതിഫലം, നന്മകളുടെ പ്രതിഫലം എന്താണ്, അതിന് വലിയ രീതിയിലുള്ള പ്രതിഫലം നൽകപ്പെടും. അതേപോലെ തന്നെ ഒരാളുടെ നിയ്യത്ത് ഇഖ്ലാസിനെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യും, 100 ആളുകൾ ഇവിടെ നമസ്കരിക്കുന്നു, നമസ്കാരം ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കാം ബാഹ്യമായ രൂപങ്ങൾ, അവരുടെ മനസ്സിലെ നിയ്യത്തും ഇഖ്ലാസുമെല്ലാം മനസ്സിൽ എന്ത് ചെയ്യും, അതിൻ്റെ പ്രതിഫലത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇനം, നന്മകൾ പ്രവർത്തിക്കലാണ്. അതിനെന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മുതൽ 700 വരെയും അതിന് ഇരട്ടിയായിട്ടും എന്ത് ചെയ്തേക്കാം, പ്രതിഫലം നൽകിയേക്കാം. രണ്ടാമത്തെ ഇനം സയ്യിആത്തുകളെ പ്രവർത്തിക്കലാണ്, തിന്മകളെ പ്രവർത്തിക്കലാണ്. ഒരാൾ ഒരു തിന്മ പ്രവർത്തിച്ചാൽ അതിന് നൽകപ്പെടുന്ന പ്രതിഫലം, ശിക്ഷ ഒരൊറ്റ തിന്മയായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക, അതിന് രേഖപ്പെടുത്തുക. ഒരു നന്മ ചെയ്താൽ 10 നന്മയായിട്ട് രേഖപ്പെടുത്തുമെങ്കിൽ, ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മയായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിന് രേഖപ്പെടുത്തുന്നത്, അതിന് ഇരട്ടിയാക്കപ്പെടുകയില്ല. ഖുർആൻ പറയുന്നത് കാണാം, വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ആരാണോ ഒരു സയ്യിഅത്തുമായി വരുന്നത് അവന് അതുപോലുള്ളതല്ലാതെ പ്രതിഫലമായി നൽകപ്പെടുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ നീതിയാണ്. ആദ്യത്തേത് അള്ളാഹുവിൻ്റെ ഫദ്ല് മുഖേന കൊടുക്കുന്നതാണ്. വഹും ലാ യുദ്ലമൂൻ, അവരോട് അക്രമം ചെയ്യപ്പെടുകയില്ല എന്ന് അള്ളാഹു പറയുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തിന്മക്ക് അതിന് ഒരു തിന്മയായിട്ട് മാത്രമാണ് രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ ചെയ്യുന്ന തിന്മകൾ വളരെ ഗുരുതരമായിരിക്കും. ചില ഘട്ടങ്ങളിൽ തിന്മയും എന്ത് ചെയ്തേക്കാം, ചില ഗുരുതരമായ സ്വഭാവത്തിലേക്ക് മാറിയേക്കാം.
അത് ചിലപ്പോൾ അതിൻ്റെ സമയത്തെ പരിഗണിച്ചാകാം, അല്ലെങ്കിൽ സ്ഥലത്തെ പരിഗണിച്ചാകാം, ചെയ്യുന്ന ആളുകളെ പരിഗണിച്ചാകാം. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ മാസങ്ങളെ സംബന്ധിച്ച്. ഇപ്പം നമ്മൾ നിലകൊള്ളുന്നത് റജബ് മാസത്തിലാണ്. റജബ് മാസം പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ടതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആ പരിശുദ്ധമായ മാസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പാപങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ നഫ്സുകളോട് നിങ്ങൾ അക്രമം കാണിക്കാൻ പാടില്ല. മറ്റുള്ളതിനും പാടില്ല. പക്ഷേ ഇതിൽ ചെയ്യുന്ന പാപങ്ങൾ എന്താവും? കുറച്ച് ഗൗരവമുള്ളതാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ കാണാം, അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ. ഹജ്ജിന്റെ മാസങ്ങളിൽ ഒരാൾ ഹജ്ജിലേക്ക് പ്രവേശിച്ചാൽ ഫലാ റഫസ, അവിടെ പിന്നെ ഭാര്യമാരുമായിട്ടുള്ള ബന്ധങ്ങൾ പാടില്ല. അതിൻ്റെ ആമുഖമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധമോ ഒന്നും പാടില്ല. വലാ ഫുസൂഖ, ഫുസൂഖും പാടില്ല. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കലാണ്, അത് തിന്മയാണ്. വലാ ജിദാല ഫിൽ ഹജ്ജ്, അതേപോലെ ജിദാലും പാടില്ല. ഹജ്ജിൻ്റെ വേളകളിൽ ഇതും പാടില്ല. അപ്പോൾ ഫുസൂഖ് ഒരു കാലത്തും പാടില്ലാത്തതാണ്. റഫസ്, ഭാര്യയുമായിട്ടുള്ള ബന്ധം ഹജ്ജല്ലാത്ത വേളകളിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഫുസൂഖ് ഒരു കാലത്തും പാടില്ലാത്തതാണ്. പക്ഷേ ഈ ഹജ്ജിലേക്ക് പ്രവേശിച്ചാൽ അതിന് എന്താണ്? ഗൗരവം കൂടുതലാണ് എന്നുള്ളതിനാണ് അത് പ്രത്യേകം ചെയ്തത് അവിടെ പറഞ്ഞത്. അപ്പോൾ മബ്രൂറായ ഹജ്ജായി മാറുകയില്ല എന്നാണ് ചില ഉലമാക്കൾ അതിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ മറ്റൊരു ആയത്തിൽ കാണാം, സ്ഥലത്തെ പരിഗണിച്ചുകൊണ്ട് വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ, ആരെങ്കിലും ഹറമിൽ, മസ്ജിദുൽ ഹറമിൽ അവിടെ ഇൽഹാദിൽ ഉദ്ദേശിച്ചാൽ, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിന് വിരുദ്ധമായി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഉദ്ദേശം മാത്രം മതി. അക്രമപരമായി ആരെങ്കിലും ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യാൻ, ഹറമിൽ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ നുദ്ഖുഹു മിൻ അദാബിൻ അലീം, വേദനയുള്ള ശിക്ഷ നാം അവന് രുചിപ്പിക്കും എന്നാണ് പറഞ്ഞത്. പ്രവർത്തിക്കേണ്ട. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ തിന്മകളും എന്ത് ചെയ്തേക്കാം? ചില സമയത്തെ പരിഗണിച്ച്, ചില കാലത്തെ പരിഗണിച്ച്, അല്ലെങ്കിൽ സ്ഥലങ്ങളെ പരിഗണിച്ച് അതിന് ഗൗരവമേറിയേക്കാം. അതേപോലെ തന്നെ ചെയ്യുന്ന ആളുകളെ പരിഗണിച്ചു. അങ്ങനെ തന്നെ ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കിയ ആളാണ്, ഇൽമു പഠിച്ചയാളാണ്, അവൻ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടയാളാണ്, എന്നിട്ട് അവൻ്റെ പക്കൽ നിന്നുണ്ടാകുന്ന തിന്മ അതൊന്നും അറിയാത്ത ഒരാളിൽ ചെയ്യുന്ന തിന്മയേക്കാൾ എന്തുണ്ടാവും? ഗുരുതര സ്വഭാവമായിരിക്കും. അതുകൊണ്ട് തുല്ലാബുകളും പഠിക്കുന്ന ആളുകളും മറ്റെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എന്താണ് അതിനുള്ള തെളിവ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീല. നബിയെ താങ്കളെ നാം അടിയുറപ്പിച്ച് നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവരിലേക്ക്, ആ മുശ്രിക്കീങ്ങളിലേക്ക് താങ്കൾ ഒരു ചായ്വ് പുലർത്താനിടയായിരുന്നേക്കാം, അതിലകപ്പെട്ടു പോയേക്കാം. ഇതല്ല അദഖ്നാക ദുഅഫൽ ഹയാത്തി വദുഅഫൽ മമാത്ത്. അങ്ങനെ സംഭവിച്ചാൽ ദുനിയാവിലും താങ്കൾക്ക് ഇരട്ടി ശിക്ഷ, ആഖിറത്തിലും ഇരട്ടി ശിക്ഷ കിട്ടിയേനെ എന്ന് പറയാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് ആര്? അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഖലീലാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ അതിൻ്റെ ഗൗരവം, തിന്മയുടെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരായത്തിൽ കാണാം, യാ നിസാ അന്നബി, അല്ലയോ നബിയുടെ ഭാര്യമാരെ, മൻ യഅതി മിൻകുന്ന ബിഫാഹിഷ മുബയ്യിന, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വളരെ സ്പഷ്ടമായ ഒരു തിന്മ കൊണ്ടുവന്നാൽ യുദാഅഫ് ലഹൽ അദാബ് ദുഅഫൈൻ, അതിനുള്ള ശിക്ഷ 2 ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും? ഇരട്ടിപ്പിക്കപ്പെടും. വകാന ദാലിക അലല്ലാഹി യസീറ, അതിന് അത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ മേൽ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ വമൻ യഖ്നുത് മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സ്വാലിഹൻ നുഅ്തിഹാ അജ്റഹാ മർറതൈൻ, അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്ത് ചെയ്യും? 2 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് നൽകും. അപ്പോൾ നബിയുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന തിന്മകൾക്ക് എന്തുണ്ട്? കൂടുതൽ ഗൗരവമുണ്ട് എന്ന് ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം, തിന്മ പ്രവർത്തിക്കലാണ്. തിന്മ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? ഒരു തിന്മയായിട്ടാണ് രേഖപ്പെടുത്തുന്നത് എങ്കിലും സ്ഥലത്തെയോ സമയത്തെയോ വ്യക്തികളെയോ പരിഗണിക്കുമോ അതും എന്ത് ചെയ്തേക്കാം? ഗൗരവമുള്ളതായേക്കാം. മൂന്നാമത്തെ ഇനം, നന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുന്നു. അതാണ് നന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചു. ഇതിന് വ്യത്യസ്ത അവസ്ഥകൾ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്.
ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയും അതിനു വേണ്ടിയുള്ള അത് ചെയ്യാനുള്ള അസ്ബാബുകളിൽ ഏർപ്പെടുകയും ചെയ്തു, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. പക്ഷേ അവനെന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ആ നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും അവനെന്ത് ചെയ്യുന്ന നൽകപ്പെടുന്നതാണ്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, പരിശ്രമങ്ങൾ ആരംഭിച്ചു, എന്നിട്ട് അവനെന്ത് ചെയ്യാൻ സാധിച്ചില്ല. ഏതുപോലെ സൂറത്തുൻ നിസായിൽ പറയുന്ന പോലെ ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഹിജറ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു, അള്ളാഹുവിലേക്കും റസൂലിലേക്കും, പക്ഷെ വഴിയിൽ അവൻ എന്ത് ചെയ്തു, മരണം പിടിപെട്ടു. എന്നാൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവനുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്തിരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിലുള്ള പ്രതിഫലം പൂർണ്ണമായിട്ട് അവനക്ക് എന്ത് ചെയ്യും, ലഭിക്കും. വേറൊരാൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു, ഹമ്മ് ചെയ്തു, രണ്ടാമത്തെ അവസ്ഥയാണ്. അത് പൂർണ്ണമായ തീരുമാനമെടുക്കുകയും ചെയ്തു, എന്നിട്ട് അവൻ അതിനെ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനേക്കാൾ പ്രതിഫലാർഹമായ മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതിനുപേക്ഷിച്ചു. എന്നാൽ എന്ത് ചെയ്യും, ഇവൻ ആ ചെയ്ത പ്രതിഫലത്തിന് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും, ആദ്യത്തെ ഉദ്ദേശത്തിനും എന്ത് ചെയ്യും, വേറെയും പ്രതിഫലം കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി പറഞ്ഞു, നബിയെ, മക്ക താങ്കൾക്ക് വിജയിച്ച് കിട്ടുകയാണ് എങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ 2 റക്അത്ത് നമസ്കരിക്കാമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിയ്യത്താക്കിയിട്ടുണ്ട്, നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്ത് ചെയ്തോ, ഇവിടെ ഹറമിൽ നമസ്കരിച്ചോ, അതിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടുന്നതാണ് ഇവിടെ. അപ്പോൾ അവിടെ പോയി ചെയ്യാതിരുന്നത് ഇവിടുത്തെ ഈ പ്രതിഫലം, ഇത് അതിനേക്കാളും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ചെയ്ത പ്രതിഫലവും കിട്ടി, അവൻ്റെ ആ ഉദ്ദേശത്തിനുള്ള പ്രതിഫലം എന്ത് ചെയ്യും, അവന് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ അവസ്ഥ, ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു, പക്ഷെ ഏതെങ്കിലും കാരണങ്ങളാൽ അവനത് ചെയ്യാൻ സാധിച്ചില്ല, അലസത കൊണ്ടോ മറ്റോ ചെയ്യാൻ സാധിച്ചില്ല. ഒരാൾ ദുഹ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു, പക്ഷേ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോകുമ്പോഴത്തേക്കും ഒരാൾ അതിഥിയായിട്ട് വന്നു, അവനുമായിട്ടുള്ള സംസാരത്തിൽ മുഴുകിപ്പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവർത്തികളിൽ മുഴുകിപ്പോയി, ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണ് എങ്കിൽ അതെന്ത് ചെയ്യും, അവൻ്റെ ആ ഉദ്ദേശത്തിന് ഒരു പ്രതിഫലം നന്മയായിട്ട് എന്ത് ചെയ്യപ്പെടും, അതിനെ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. അതാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഇനം തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹമ്മാണ്. തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്തു, തീരുമാനമെടുത്തു. ഈ അവസ്ഥയെ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ വിവരിക്കുന്നുണ്ട്. അതിൽ ഈ ഹദീസിൻ്റെ മറ്റൊരു റിവായത്ത് പ്രകാരം ഇങ്ങനെ കാണാം, ഇന്നമാ തറകഹാ മിൻ ജറായ, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അവനത് ഉപേക്ഷിച്ചു, ചെയ്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ അതിനെ ഉപേക്ഷിച്ചത്? എനിക്ക് വേണ്ടിയിട്ടാണ്, യാനി മിൻ അജ്ലി, എന്നെ പേടിച്ചുകൊണ്ട്. എന്നാലാണ് ഈ പ്രതിഫലം ലഭിക്കുക. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് എന്ത് ചെയ്തില്ല, അവനതിനെ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്. എന്നാലാണ് ഈ പ്രതിഫലം എന്ത് ചെയ്യുക, രേഖപ്പെടുത്തപ്പെടുക. വഹാദാ യദുല്ലു അലാ അന്നൽ മുറാദ്, ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്, മൻ ഖദറ അലാ മാ ഹമ്മ ബിഹി മിനൽ മഅസിയ, ഒരാൾക്ക് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നതായ ആ മാസിയത്ത് ചെയ്യാനുള്ളതായ ശേഷിയുണ്ട്, ഫതറകഹു ലില്ലാഹി അസ്സ വജല്ല, അത് ചെയ്യാനുള്ള സാഹചര്യവും ശേഷിയില്ല ഉണ്ട്, എന്നിട്ടും അവൻ എന്ത് ചെയ്തു, അള്ളാഹുവിനെ പേടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞു. വഹാദാ ലാ റൈബ ഫീ അന്നഹു യുക്തബു ലഹു ബിദാലിക ഹസന, ഇതിലൊരു സംശയവും വേണ്ട, അത് നന്മയായിട്ട് എന്ത് ചെയ്യും, അവൻ രേഖപ്പെടുത്തപ്പെടും. لأن تركه للمعصية بهذا القصد عمل صالح, കാരണം ഈ ഉദ്ദേശത്തിൽ ഒരാൾ ഒരു തിന്മയെ ഉപേക്ഷിക്കുന്നത് എന്താണ്, അത് സ്വാലിഹായ അമലാണ്. ചെയ്യാനുള്ള സാഹചര്യങ്ങളുമെല്ലാം വന്നു, തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളും കഴിവുകളുമെല്ലാം അവൻ്റെ മുന്നിലുണ്ട്, എന്നിട്ടും അവൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചാൽ അതെന്താണ്, സ്വാലിഹായ അമലാണ്. എന്നാൽ അവിടെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇബ്നു റജബുൽ ഹംബലി വിശദീകരിക്കുകയാണ്, ഫഅമ്മാ ഇൻ ഹമ്മ ബിമഅസിയത്തിൻ, ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, സുമ്മ തറക അമലഹ, എന്നിട്ട് അത് പ്രവർത്തിക്കുന്നതിനെ ഉപേക്ഷിച്ചു, ഖൗഫൻ മിനൽ മഖ്ലൂഖീൻ, എന്തിനാണ് ഉപേക്ഷിച്ചത്, സൃഷ്ടികളെ പേടിച്ചിട്ടാണ് ഉപേക്ഷിച്ചത്, അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല. സൃഷ്ടികൾ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുള്ള കാരണത്താൽ അവനെ ചെയ്തില്ല. ഔ മുറാഅതൻ ലഹും, അല്ലെങ്കിൽ അവരെ കാണിക്കുക എന്നുള്ള, അവരുടെ മുന്നിൽ വഷളാകണ്ട എന്നുള്ള നിലയിൽ, റിയാ കൊണ്ട്.
അല്ലെങ്കിൽ അത് മുറാഅത്ത് രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട് ചില തുബാകളിൽ. അവരെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്തില്ല, അത് പ്രവർത്തിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഉലമാക്കൾ അഭിപ്രായപ്പെടുന്നത് ഇന്നഹു യുആഖബു അലാ തർക്കിഹാ ബിഹാദിഹി നിയ്യ, അവൻ്റെ ഈ നിയ്യത്ത് കൊണ്ട് അവനതിനെ ഉപേക്ഷിച്ചാൽ അതിൻ്റെ പേരിൽ എന്താണ് ചെയ്യുക, ശിക്ഷ ലഭിച്ചേക്കാം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? കാരണം ലിഅന്ന തഖ്ദീമ ഖൗഫൽ മഖ്ലൂഖീൻ അലാ ഖൗഫില്ലാഹി മുഹറമുൻ, അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ സൃഷ്ടികളോടുള്ള പേടി ഇവൻ എന്ത് ചെയ്തു, മുന്തിച്ചു. അള്ളാഹു കാണുന്നുണ്ട് എന്ന് പേടിച്ചിട്ടായിരുന്നു ഇവൻ എന്ത് ചെയ്യേണ്ടിയിരുന്നത്, തിന്മയെ ഉപേക്ഷിക്കേണ്ടിയിരുന്നത്. പക്ഷെ അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത് ഇവൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. സൃഷ്ടികളെ പേടിച്ചുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്തത്, സൃഷ്ടികളോടുള്ള പേടിയാണ് ഇവൻ എന്ത് ചെയ്തത്, മുൻപിൽ വെച്ചത്. അത് ഹറാമായ കാര്യമാണ്. അള്ളാഹുവിനേക്കാൾ സൃഷ്ടികളെ പേടിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ മഖ്ലൂഖീങ്ങളെ കാണിക്കുക, സൃഷ്ടികളെ കാണിക്കുക എന്നുള്ള ലക്ഷ്യം വെക്കുക എന്നുള്ളത് എന്താണ്, നിഷിദ്ധമായ കാര്യമാണ്. അപ്പൊ അതിനോട് ഈ തിന്മയെ ഉപേക്ഷിക്കുക എന്നുള്ള പണി ചേർന്ന് വന്നപ്പോൾ ഈ ഉപേക്ഷയുടെ പേര് അവൻ എന്ത് ചെയ്യും, ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് ഉലമാക്കളുടെ അഭിപ്രായം. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, കാനൂ യഖൂലൂൻ, സലഫുകൾ പറയുമായിരുന്നു, തർക്കുൽ അമലി ലിന്നാസി റിയാഉൻ, ഒരു തിന്മയെ ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുക എന്നുള്ളത് എന്താണ്, റിയാ ആണ്. ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല, തിന്മ ചെയ്യുന്നില്ല. അത് റിയായിൽപ്പെട്ടതാണ്, ലോകമാന്യതയിൽപ്പെട്ടതാണ്. വൽ അമലു ലഹും ശിർക്കുൻ, അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലോ അത് ശിർക്കുമാണ്, അത് ശിർക്കും അസ്ഗറാണ് എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞു കാണാൻ സാധിക്കും. ഇനി വഅമ്മാ ഇൻ സഅ ഫി ഹുസൂലിഹാ ബിമാ അംകനഹു, ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ ശ്രമിച്ചു ആ തിന്മയിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. സുമ്മ ഹാല ബൈനഹു വബൈനഹാ അൽ ഖദറു, എന്നിട്ട് ആ കർമ്മത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ അള്ളാഹുവിൻ്റെ വിധി കാരണം അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല, മറ സ്ഥാപിച്ചു, അവന് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഒരു വിഭാഗം ഉലമാക്കൾ പറയുന്ന അന്നഹു യുആഖബു അലൈഹാ ഹീനഇദ്, അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ പേര് ശിക്ഷയുണ്ടാകും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം എന്ത് ചെയ്തു, വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. എന്നാൽ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല ചെയ്യപ്പെട്ടവനും എവിടെയാണ്, നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, കൊന്നവൻ്റെ കാര്യം ശരി, പക്ഷേ കൊല ചെയ്യപ്പെട്ടവൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബി, ഈ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെന്താണ്, ഹെർസുള്ളവനാണ്. അവനത് ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാളെടുത്തവൻ ഇറങ്ങി, അതിലേക്ക് അവൻ തൽപരനായിരുന്നു തൻ്റെ സാഹിബിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൊണ്ട് അവനെന്തായി, അത് മുഖേന ശിക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഹദീസാണ്. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നന്മയും തിന്മയും പരിശോധിച്ചാൽ നന്മക്കായിരിക്കണം അവൻ്റെ ജീവിതത്തിൽ കൂടുതൽ തൂക്കം വരേണ്ടത്. ഓരോ ദിവസവും പരിശോധിക്കണം, ഇന്ന് ദിവസം ഞാൻ ചെയ്തിരിക്കുന്ന നന്മകളാണോ കൂടുതൽ, അതല്ല തിന്മകളാണോ. നന്മകൾ കൂടുതലാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്, അവൻ്റെ ഫള് കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട്. ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്കൊരു ഉപദേശം നൽകി, ദറുഫത് മിൻഹൽ ഉയൂൻ വവജലത് മിൻഹൽ ഖുലൂബ്, കണ്ണുകൾ നിറഞ്ഞു ഒഴുകി എന്നാണ്, ഹൃദയങ്ങൾ പേടിച്ചരണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് വിട പറഞ്ഞു പോകുന്നവൻ്റെ ഉപദേശം പോലെ ഉണ്ടല്ലോ റസൂലെ, ഞങ്ങൾക്ക് ചില ഉപദേശങ്ങൾ തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്നാണ്, തറക്തുകും അലൽ ബൈദാ, നിങ്ങളെ വളരെ വെളുത്ത പ്രതലത്തിലാണ് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള വഴി വളരെ പ്രകാശപൂരിതമാണ്, നേരെയുള്ള വഴിയാണ്. ലൈലുഹ കനഹാരിഹ, അതിൻ്റെ രാത്രി തന്നെ പകൽ പോലെയാണ്, വഴി തെറ്റുകയില്ല ആർക്കും. വളരെ വ്യക്തമായി സഞ്ചരിക്കാനുള്ള മാർഗമുണ്ട് നിങ്ങളുടെ മുന്നിൽ, നന്മ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹലിക്കുൻ, എനിക്ക് ശേഷം ആ വഴിയിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോണെങ്കിൽ അവൻ നശിക്കാൻ ഉദ്ദേശിച്ചവനായിരിക്കണം, അവൻ നാശമടയാൻ ഉദ്ദേശിച്ചവനായിരിക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരാൾ ഒരു നന്മ ചെയ്താൽ അവന് കിട്ടുക 10 മുതൽ 700 അതിനിരട്ടിയുമാണ്.
നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ പോലും അതിനെന്താണ്? ഒരു നന്മയാണ്. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് അള്ളാഹുവിനെ പേടിച്ച് ഉപേക്ഷിച്ചാൽ അതിനെന്താണ്? ഒരു പ്രതിഫലമാണ്. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചോ അത് പ്രവർത്തിച്ചു പോയാൽ മാത്രമാണ് എന്ത്? ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ടും ഒരാൾക്ക് ആ മാർഗത്തിലൂടെ ശരിയായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ പാകത്തിന് തൂക്കം കുറവാണ്. അമ്മാമൻ ഖഫ്ഫത് മവാസീനു ഫൗമുഹു ഹാവിയ, അവൻ്റെ അഭയകേന്ദ്രം എവിടെയായിരിക്കും? നരകത്തിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹദീസ് വളരെ ശ്രേഷ്ഠകരമാണ്. ഓരോ ദിവസവും എന്ത് ചെയ്യേണ്ടതാണ്? ആലോചിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു ഹദീസാണ്.